ഇന്ത്യൻ രൂപ സർവകാല റെക്കോർഡ് തകർച്ചയിൽ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കണ്ണുരുട്ടിയതാണ് രൂപയുടെ വീഴ്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ചൈനയുടെയും ബ്രസീലിന്റെയും കറൻസി മൂല്യവും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് വലിയ ആശ്വാസമായിരിക്കുന്നത് പ്രവാസികൾക്കാണ്. ഈ വേളയിൽ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഉയർന്ന മൂല്യം കിട്ടും. ജനസംഖ്യ കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും ലോകത്തെ വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അംഗബലം കൂടിയിരിക്കുന്നു. GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രബല രാജ്യങ്ങളും കൂട്ടായ്മയിൽ ഭാഗമാണ്. ഇവരുടെ നീക്കം സംശയത്തോടെ നോക്കുന്ന ട്രംപ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ച വെടിയാണ് രൂപയ്ക്ക് പണി കൊടുത്തത്. ബ്രിക്സ് രാജ്യങ്ങൾ വ്യാപാരത്തിനു വേണ്ടി പുതിയ കറൻസി തയ്യാറാക്കും, അല്ലെങ്കിൽ അംഗരാജ്യങ്ങളിലെ കറൻസികളിൽ ഇടപാട് നടത്തും എന്നൊക്കെയായിരുന്നു പ്രചരണം. ഡോളറിന്റെ മേധാവിത്വം തകർക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ചൈനയും റഷ്യയുമാണ് എന്ന് അമേരിക്ക കരുതുന്നുണ്ട്. ഡോളറിന്റെ അപ്രമാദിത്വം തകർന്നാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നേരിടും. നേരത്തെ ഡോളറിനെതിരെ നീങ്ങിയ രാജ്യങ്ങളെല്ലാം നിലം പരിശായ ചരിത്രവുമുണ്ട്. അതിനു പിന്നിൽ അമേരിക്കയാണ് എന്ന ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിക്സ് പുതിയ കറൻസി കൊണ്ടുവന്നാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി നികുതി 100% ഉയർത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്ക നികുതി ഉയർത്തിയാൽ എല്ലാ രാജ്യങ്ങളും പെട്ടുപോകും. ഡോളർ മൂല്യം ഇപ്പോൾ ഉയരുകയാണ്. ട്രംപ് കടുത്ത തീരുമാനമെടുത്താൽ മറ്റു കറൻസികൾ തകരുമെന്ന് നിക്ഷേപകർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഡോളർ സൂചിക 106.28 എന്ന നിരക്കിലേക്ക് ഉയർന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ചരിത്ര തകർച്ചയായ 84.60% എന്ന നിരക്കിലെത്തിയ ശേഷം 84.58 കയറി. ചൈനയുടെ യുവാൻ, ഇന്തോനേഷ്യൻ റുപ്പിയ, ദക്ഷിണ കൊറിയയുടെ കറൻസി എന്നിവയെല്ലാം ഇടിഞ്ഞു. ഡോളർ 0.52% ഉയർന്നിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് വിലയും ഉയർന്നു. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വേഗത കുറഞ്ഞതും ആശങ്കയാണ്. ഏപ്രിൽ-ജൂൺ പാദത്തിൽ 6.7% വളർച്ചയുണ്ടായിരുന്ന ഇന്ത്യൻ സാമ്പത്തിക രംഗം ജൂലൈ-സെപ്റ്റംബർ കാലയളവിൽ 5.4% മുന്നേറിയുള്ളൂ. ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ RBI നടപടി എടുത്തേക്കും. പലിശ നിരക്കിൽ മാറ്റം വരുത്തുമോ എന്ന് ഈ ആഴ്ച തന്നെ അറിയാം. അതേസമയം GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്കും പുതിയ സാഹചര്യം നേട്ടമാണ്. രൂപ ദിർഹം മൂല്യം 23.04 എന്ന നിരക്കിലേക്ക് എത്തി. 1000 രൂപ ലഭിക്കാൻ 43.40 ദിർഹം നൽകിയാൽ മതിയാകും. കഴിഞ്ഞ ദിവസം രൂപ ദിർഹം മൂല്യം 22.89 ആയിരുന്നു. കുവൈത്ത് ദിനാർ, ഒമാൻ റിയാൽ, ബഹ്റൈൻ ദിനാർ എന്നിവയുമായുള്ള മൂല്യത്തിലും രൂപയ്ക്ക് വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. അതേസമയം 100% നികുതി എന്ന ഭീഷണിയാണ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്നത്. ഡോളറിൽ നിന്ന് ബ്രിക്സ് കൂട്ടായ്മ വഴുതി മാറുന്നത് വെറുതെ നോക്കി നിൽക്കില്ലെന്ന സൂചനയാണ് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. കൂടാതെ ട്രംപിന്റെ വരവ് പുതിയൊരു വാണിജ്യ യുദ്ധത്തിനു കൂടി വഴിയൊരുക്കുമോ എന്ന ചോദ്യവും പുതിയ ഭീഷണി നൽകുന്നുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ ഉച്ചകോടിയിൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഡോളറിനു പകരം ബദൽ സാധ്യതകളെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. റഷ്യയിലെ കസാനിൽ നടന്ന ഉച്ചകോടിയിലാണ് വിഷയം ചർച്ചയായത്. ആഗോളതലത്തിൽ US ഡോളറിന്റെ അപ്രമാദിത്വം തകർക്കാൻ ബ്രിക്സ് നീക്കം ഇടയാക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നത്.